ഇപ്പൊ എന്ത് മര്യാദയാ. ചേച്ചിയുടെ സ്നേഹവും ബഹുമാനവും അനുസരണയും എല്ലാം ഉണ്ട്. ബബിതയ്ക്ക് നല്ല മാറ്റം വന്നു. എന്നോട് നേരിട്ട് സ്നേഹം കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ, അവളുടെ മനസ്സിലുണ്ട്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ബാലേന്ദ്രമേനോന് സ്വന്തം ഭാര്യയോട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞാലെന്താ? നീ ആ സ്ത്രീയുടെ മകളാണെന്നുള്ള രഹസ്യം അയാൾ മനസ്സിൽ വെച്ച് പോയിച്ചോണ്ടിരുന്ന എന്ത് കിട്ടും അയാൾക്ക്? ഞാനും ഇടയ്ക്കത് ഓർക്കാറുണ്ട്. ബാലേന്ദ്രമേനോൻ അതങ്ങ് തുറന്നു പറഞ്ഞ എല്ലാവർക്കും നല്ലതല്ലേ? നിനക്ക് നിന്റെ അമ്മയെ തിരിച്ചു കിട്ടുകയും ചെയ്യും. ആ സ്ത്രീക്ക് നിന്നോടുള്ള വെറുപ്പും വിദ്വേഷവും എന്നേക്കുമായിട്ട് മാറിക്കിട്ടും. അവർക്ക് നിന്നെ തെറ്റിദ്ധരിച്ചതോർത്ത് പശ്ചാത്തപിക്കുവാനും നിന്നെ സ്നേഹിക്കുവാനും ഒരു അവസരം കൊടുക്കണ്ടേ? അച്ഛൻ അതോടെ ആരായി തീരും അങ്ങളെ? കഴിഞ്ഞ 22 വർഷക്കാലം ചതിക്കപ്പെട്ടവൻ, സ്വന്തം ഭാര്യ പ്രസവിച്ച അന്യന്റെ മകളെ സ്വീകരിച്ചവൻ, അഭിമാനം പണയപ്പെടുത്തി എല്ലാ അനീതി ഏറ്റുവാങ്ങിയിട്ട് വെറും ഒരു കാഴ്ചക്കാരനായി ഇരിക്കുന്നവൻ. ഒരിക്കലും അച്ഛൻ അങ്ങനെ നിന്നു കൊടുക്കത്തില്ല. എല്ലാരും എല്ലാം അറിയുന്ന ദിവസം അച്ഛൻ അമ്മയായിട്ടുള്ള ബന്ധം മുറിക്കും. അമ്മയോടുള്ള പകയും വെറുപ്പും നീറി നീറി കിടക്കും അച്ഛന്റെ മനസ്സിൽ. ആ സ്ത്രീ താഴണം, വൈജയന്തി ഭൂമിയോളം താഴണം, എന്നാലേ പറ്റത്തുള്ളൂ. അമ്മയുടെ രഹസ്യങ്ങളൊക്കെ എല്ലാരും അറിഞ്ഞു എന്ന് മനസ്സിലാക്കിയ അമ്മ പിന്നെ ഒരു നിമിഷം പോലും ആ വീട്ടിൽ നിൽക്കത്തില്ല. അച്ഛനെ മക്കളെ എല്ലാം ഉപേക്ഷിച്ച് അമ്മ പോകും. ജീവനോടെ ഇരിക്കുമെന്ന് പോലും സംശയം. ജീവിച്ചിരുന്ന ആരോടൊക്കെ ഉത്തരം പറയണം? ഭർത്താവിനോട്, മക്കളോട്, ബന്ധുക്കളോട്, ആരുടെ എല്ലാം മുമ്പില് തല താഴ്ത്തി നിൽക്കേണ്ടി വരും. സ്വന്തം മക്കളുടെ മുമ്പിൽ പോലും. ആരുടെ മുമ്പിലും തോക്കാൻ മനസ്സില്ലാത്ത അമ്മ അതിന് നിന്ന് കൊടുക്കൂ? ഒരിക്കലും ഇല്ല. നീ അവിടുന്ന് പോവുകയല്ലാതെ വേറൊരു മാർഗമില്ലേ? ഒരൊറ്റ മാർഗേ ഉള്ളൂ. അമ്മ സ്വയം തിരിച്ചറിയണം. എന്നോടുള്ള വാശിയും വൈരാഗ്യവും മനസ്സിൽ നിന്ന് കളയണം. അത് ഈ ജന്മത്ത് നടക്കുമെന്ന് തോന്നുന്നില്ല. ഇനി ഞാൻ അമ്മയുടെ മകളാണെന്ന് തുറന്നു പറഞ്ഞോന്നിരിക്കട്ടെ, അമ്മ ഒരിക്കലും വിശ്വസിക്കാനും പോകുന്നില്ല. തെളിവുകളുണ്ടല്ലോ. വേണ്ട ആന്റി, ഞാനങ്ങ് മാറിയേക്കാം. എവിടെയെങ്കിലും ഒരു ജോലി വേണം, അതെനിക്ക് കിട്ടും. എന്തെങ്കിലും എല്ലാം കലങ്ങി തെളിയുവാണെങ്കിൽ ഞാൻ തിരിച്ചു ചെല്ലും. അതുവരെ
താൻ ബാഗ് എടുക്കുന്നില്ലേ? ബാലേട്ടാ, നമ്മളോട് കഴിക്കാൻ കയറിയതല്ലേ? ഇവിടെയാണ് താമസം. ഇവിടെ നിന്ന് വേണമെങ്കിൽ കഴിക്കുകയും ചെയ്യാം. ബാഗ് എടുത്തോണ്ട് വാ. അല്ല, ഞാനോർത്തു നമ്മൾ ഗംഗാധര അളിയന്റെ വീട്ടിലെ താമസമെന്ന്. നമ്മൾ എന്തിനാ ഗോവർദ്ധന അങ്ങോട്ട് പോകുന്നത്? അല്ല, അവിടെ പോയി സംസാരിക്കുന്നതിന് നല്ലത് എന്തായാലും. അതാകുമ്പോ ഫ്രീ ആയിട്ട് കുറച്ച് പ്രൈവസി ഒക്കെ കാണുമല്ലോ, അതുകൊണ്ടാ. ഗോവർദ്ധന, ഈ കേണലളിയനുണ്ടല്ലോ, പുള്ളിക്കാരൻ ഇക്കാര്യം വീട്ടിൽ നിന്ന് സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ താല്പര്യം പുറത്തു വെച്ച് സംസാരിക്കുന്നത്. പിന്നെ വിളിച്ചാൽ നമ്മൾ വിളിക്കുന്നിടത്ത് ഓടി വരാൻ ഒരു കേണൽ അളിയനുള്ളപ്പോ നമ്മൾ എന്തിനാ ഗോവർദ്ധന വെറുതെ അവിടെ ചെന്ന് അടങ്ങി ഒതുങ്ങിയിരിക്കുന്നത്? ഇതാകുമ്പോ നമ്മുടെ തട്ടകത്തിലേക്ക് കേണൽ സാബ് ഓടിച്ചാടി വരും. അങ്ങനെയാണിപ്പോ ശീലം. ഞാനാണെങ്കി അതിപ്പോ അങ്ങ് സുഖിച്ചും പോയി. നമ്മൾ വേഗം എടുത്തോളൂ. ഇനിയിപ്പോ എന്തെങ്കിലും സംശയം തനിക്കുണ്ടോ? കിണലിന്റെ വീട്ടിൽ പോണമെന്നുണ്ടോ? ഇല്ല ബാലേട്ടാ. എന്നാ പിന്നെ ഇവിടെ കയറിയിരിക്കാം. വാ. ഉറപ്പല്ലേ കിണലിന്റെ വീട്ടിൽ പോണ്ടെന്ന്? ബാലേട്ടൻ നടന്നേ. അക്കീങ്ങന്നേ. രോഹിത്തിനെ കണ്ടോ ആന്റി? രോഹിത്തിനെ വിളിച്ചോണ്ട് ആ മാമച്ചായം പോണാണ്. പേരൊക്കെ പറിക്കാനാന്നാ പറഞ്ഞത്. ആ ഞാൻ വിളിച്ചോണ്ടരാവേ. നിങ്ങള് രണ്ടുപേരും ഞങ്ങളുടെ കൂടെ വരുന്നില്ലെന്ന് ഗൂഢാലോചന നടത്തി തീരുമാനിച്ചതാണോ? ഞാനും മാമച്ചായനും വന്നാ നിങ്ങൾക്കൊരു തടസ്സമായിരിക്കും. നിങ്ങളുടെ ഒപ്പം ഓടാനും ചാടാനും ഞങ്ങളെ കൊണ്ട് പറ്റുമോ? അതൊന്നും സാരമില്ലെന്നേ. ഞങ്ങൾ ഓടുന്നതും ചാടുന്നതും കണ്ടോണ്ട് നിന്നാ മതി. ഇപ്പൊ നിങ്ങൾ പോയിട്ട് വാ. നാളെ ഞങ്ങളും കൂടെ വരാൻ പറ്റുമെന്ന് നോക്കാം. ആന്റി അങ്കിളും കൂടെ ഉള്ളതാ രസം. നമ്മൾ ഇന്നാളെ ബീച്ചിലൊക്കെ പോയില്ലേ? അന്ന് മനുവേട്ടനും ഉണ്ടായിരുന്നു. ഒരാള് മരത്തേല്, ഒരാള് താഴെ. രണ്ടിനെ കൈയോടെ പിടിച്ചോണ്ട് പോന്നു. എന്നിട്ട് പേരക്കൊന്നും കിട്ടിയില്ലേ? എങ്ങനെ കിട്ടാനാ? ഉണ്ടായിരുന്നൊക്കെ ഞാൻ പറിച്ചു തിന്നില്ലേ. അങ്കിളെ, നിങ്ങൾ രണ്ടുപേരും കൂടെ വന്നിരുന്നെങ്കിൽ ഞങ്ങളുടെ പേഴ്സിലെ പൈസ ചെലവാക്കണ്ടായിരുന്നു. നീ ആള് തരക്കേടില്ലൂടി കള്ളി. ഇതിനാണോ ഞങ്ങളോട് വരാൻ നിർബന്ധിച്ചത്? ഞാനോർത്ത് സ്നേഹം കൊണ്ടായിരിക്കുന്നു. അത് മാത്രല്ല അങ്കിളെ, അങ്കിളിനല്ലേ കൊച്ചിയിലെ എല്ലാ സ്ഥലങ്ങളും കൃത്യമായിട്ട് അറിയാവുന്നേ. അതിപ്പോ ഇവക്കും അറിയാലോ. ഞങ്ങളുടെ കൂടെ നടന്നേ എല്ലാം ബൈഹാട്ടാക്കി. ഏറ്റവും നന്നായിട്ട് അറിയാവുന്നതേ സിനിമാ തിയേറ്ററുകളാ. അത് കഴിഞ്ഞാ പുട്ട് ഐസ്ക്രീം കിട്ടുന്ന കടകള്, പിന്നെ കുഴിമന്തി, ബിരിയാണി കടകള്. പഠിക്കുന്ന കോളേജ് എവിടാന്ന് ഇപ്പോഴും അവർക്ക് അറിയാൻ പാടില്ല. ഓ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ചോളി തമാശ. വലിയ ആളാണെന്നാ വിചാരം. നിങ്ങൾ പോവാൻ നോക്ക്, സമയം കളയാതെ. മോളെ, നീ പേഴ്സ് എടുത്തോ? ആ, എടുത്തു. ഇല്ലെങ്കിൽ ഓൺലൈൻ പേ ഉണ്ടല്ലോ. ഇവര് മാറി മാറി പൈസ കൊടുത്തോളാന്നും പറഞ്ഞ് കേറി മുന്നിൽ നിൽക്കും. ഒരിടത്തുനിന്ന് നീ ഇവരെ കൊണ്ട് പൈസ ചെലവാക്കിക്കരുത്. നമ്മുടെ ഗസ്റ്റായിട്ട് വന്നവരാണെന്ന് എപ്പോഴും ഓർമ്മ വേണം. ആ, ജ്വല്ലറിയും ടെക്സ്റ്റൈൽസും ഒക്കെ സ്വന്തമായിട്ടുള്ളവരാ ആന്റി. അത് നമ്മൾ അവരുടെ ഗസ്റ്റായിട്ട് പാലായിൽ ചെല്ലുമ്പോ അവര് കണ്ടറിഞ്ഞു തരും. മാമച്ചായന് ഒരു 10 പവന്റെ ഗോൾഡ് ചെയ്യും. പിന്നെ എനിക്കൊരു 10 കാഞ്ചീപുരം സാരി. നിനക്ക് എന്താടി വേണ്ടേ? എനിക്കൊരു ഡയമണ്ട് നെക്ലസ്. കിട്ടും കിട്ടും. അവിടെ വരുമ്പോഴേ നിങ്ങൾ ഞങ്ങളുടെ ഇരുമ്പ് കടയിലേക്കാ കൊണ്ടുപോകുന്നേ. അവിടെ നിന്ന് ഇഷ്ടമുള്ളത് എന്താന്ന് വെച്ചെടുത്തോ. ഇവളാട് കേമിയാണല്ലോ. ഞങ്ങള് വരുന്നുണ്ടേ ഒരു ദിവസം. പോകുന്നുണ്ടെങ്കിൽ എല്ലാരും വന്നേ, വെറുതെ സമയം കളയാതെ. ആന്റി അങ്കിളെ പോയിട്ട് വരാവേ. ഓക്കെ. പോട്ടെ. ചെല്ലേ. പോണേ. പോയിട്ട് വരാം ആന്റി. പോട്ടെ. ആ, ഞാൻ ഫ്രണ്ടിലാണേ. വഴി പറഞ്ഞു കൊടുക്കണ്ടേ? എങ്ങോട്ടാ നാവിഗേറ്ററെ? ഞാൻ പറയാം, വാ. എപ്പോഴും ഇങ്ങനെ തന്നെ പറയണേ. ലെഫ്റ്റും റൈറ്റും പറഞ്ഞു തരും. അത് മനസ്സിലാക്കി ഡ്രൈവ് ചെയ്താൽ മതി.
ഹലോ 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 കേക്കാൻ വയ്യ. ശ്ശെ, ഇതിങ്ങോട്ട് പറയുന്നതും കേൾക്കുന്നുമില്ല. ആ ഇപ്പൊ വലിയ പാടാ ഫോൺ വിളിച്ച കിട്ടാൻ. ചിലപ്പോ വൺ സൈഡ് മാത്രം കേൾക്കാം. ചിലപ്പോ ചെവിക്കല് പൊട്ടി മാതിരി കട്ടായി പോവും. ഹലോ ആ ഹലോ ഹലോ ബാലേന്ദ്ര, ആ ആ ബാലചന്ദ്രൻ തന്നെയാ. നീ എന്താ വിളിച്ചേ? അവിടെ എന്തൊക്കെയുണ്ട് വിശേഷം? വൈജ വീട് ഉപേക്ഷിച്ചു പോയ കാര്യമൊക്കെ അറിഞ്ഞായിരുന്നു. ശിവൻ എന്നെ വിളിച്ച് പറഞ്ഞു. ഓ ഹ, അപ്പൊ എല്ലാ വിവരങ്ങളും അറിയുന്നുണ്ട്. ആ, നീ ഇപ്പൊ എവിടെയാ? വീട്ടിലോ അതോ ഷോപ്പിലോ? ഞാൻ കൂനൂരിലുണ്ട്. ആഹാ, ഇവിടെ എത്തിയോ? ഒന്ന് വിളിച്ചിട്ട് വന്നൂടെ? പെട്ടെന്നാണ് ഇങ്ങനെ ഐഡിയ തോന്നിയത്. എന്നാ വേഗം വാ. ഞാനിവിടെ ഒരു ഹോട്ടൽ റൂം എടുത്ത് കേട്ടാ. എന്താ ബാലേന്ദ്ര ഇതൊക്കെ? നേരെ ഇങ്ങോട്ടല്ലേ വരേണ്ടത്? 3 കിലോമീറ്ററല്ലേ ഉള്ളൂ. ഗംഗേട്ടന്റെ വീട്ടിലൊന്ന് സൽക്കാരമൊക്കെ ആസ്വദിച്ച് ഉണ്ടുറങ്ങി പോകാൻ വന്നവനൊന്നും അല്ല ഞാൻ. ഗംഗേട്ടൻ ഇങ്ങോട്ട് വാ. ഹോട്ടൽ ലാൻഡ് ലൊക്കേഷൻ ഇട്ടുതരാം. ഫോൺ നമ്പർ വേണോ? നീ വാശി കളഞ്ഞ് ഇങ്ങോട്ട് വാ ബാലേന്ദ്ര. ആ, ബാലേന്ദ്രൻ ഇത്രയും കാലം ഗംഗേട്ടൻ വിളിക്കുന്ന എല്ലായിടത്തും വന്നിട്ടുണ്ട്. അത് സ്നേഹവും ബഹുമാനവും ഉണ്ടായിട്ടാ. ഇപ്പൊ എനിക്കതില്ല ഗംഗേട്ടാ. അതുകൊണ്ട് ഞാൻ വിളിക്കുന്നിടത്തൊരു ഗംഗേട്ടൻ വാ. നല്ല മനസ്സുണ്ടെങ്കിൽ മാത്രം വന്നാ മതി. അല്ലെങ്കിൽ ഞാൻ വന്ന പോലെ അങ്ങ് തിരിച്ചു പോകും. പക്ഷെ പിന്നീട് ഗംഗേട്ടന്റെ കുറ്റബോധം തോന്നരുത്. ആ ബാലേന്ദ്രൻ കൂനൂര് വന്ന് വിളിച്ചപ്പോ അങ്ങോട്ട് ചെന്ന് അവനെ കാണുന്നതായിരുന്നു നല്ലതെന്ന്. വെറും 3 കിലോമീറ്റർ അല്ലേ ഉണ്ടായിരുന്നുള്ളൂ എന്ന്. അവൻ 300 കിലോമീറ്റർ ദൂരം കാർ ഓടിച്ചു വന്നിട്ട് ആ ഹോട്ടൽ റൂമിൽ പോവാൻ തോന്നിയില്ലല്ലോ എന്ന്. നീ ഇങ്ങനെ മനസ്സിൽ വെച്ചുകൊണ്ട് സംസാരിക്കാതെ ബാലേന്ദ്ര. അയ്യോ കഷ്ടം. എനിക്കതേ അറിയത്തുള്ളൂ. ഞാനിപ്പോ എല്ലാരോടും മനസ്സിൽ വച്ചോണ്ടാ സംസാരിക്കുന്നത്. മനസ്സിലിരിക്കുക. എല്ലാം പുറത്തോട്ട് ഇറക്കണമെങ്കിൽ ഇറക്കാം. വേണോ? വേണ്ട, ഞാൻ അങ്ങോട്ട് വരാം. നീ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ? ഒറ്റയ്ക്കല്ല, ഗോവർദ്ധനുണ്ട്, എന്റെ അളിയൻ. ഹും, എന്റെ പെങ്ങളെ കെട്ടിയവൻ. ഇപ്പോഴും ഒരു കുഴപ്പമില്ല, സന്തോഷത്തോടെ ജീവിക്കുക. കൊള്ളാവുന്ന കുടുംബത്തിൽ നിന്ന് അന്തസ്സും ആഭിജാത്യവും സത്യസന്ധതയും സദാചാര നിഷ്ഠയുമുള്ള പെമ്പിള്ളേരെ കല്യാണം കഴിച്ചാൽ അങ്ങനെയാ. ഒരു കുഴപ്പമുണ്ടാകത്തില്ല. ശരി ശരി, നീ കൂടുതലൊന്നും പറയണ്ട ബാലേന്ദ്ര. ഞാൻ അങ്ങോട്ട് വരാം. ആ വാ വാ, ഞാൻ വെയിറ്റ് ചെയ്യാ. ഓക്കെ. ഇതുവരെ അളിയന റിട്ടയർഡ് ലഫ്റ്റനന്റ് കേണൽ ഗംഗാധര മേനോൻ. അപ്പോ നിങ്ങൾ തമ്മിൽ ഉടക്കാണോ? ആ, അത്ര രസത്തിലല്ല. വൈജയുടെ പ്രശ്നം കാരണ. ഓ, അവരിപ്പം വൈജയിച്ചിട്ട് സൈഡാ അല്ലേ? അല്ല, എന്റെ സൈഡാ. അതുകൊണ്ടല്ലേ ഞാൻ വിളിക്കുമ്പോ വിളിച്ചിടത്ത് വരുന്നത്. ഗംഗേട്ടനെ കാണാൻ വേണ്ടി മാത്രമാണോ നമ്മൾ ഇവിടെ വരെ വന്നത്? അതെ. എന്താണ്? അല്ല, ഒന്ന് ഫോൺ ചെയ്താ പോരായിരുന്നോ? പോരാ, മുഖത്ത് നോക്കി സംസാരിക്കാനുള്ള ചില കാര്യങ്ങളുണ്ട്. അതങ്ങനെ തന്നെ വേണം, എങ്കിലേ ശരിയാവത്തുള്ളൂ. മൂപ്പര് വരുമ്പോ ഞാനിവിടെ ഉള്ളത് ഒരു അസൗകര്യമാവോ? ആ ആവും. ആ? എനിക്കല്ല, മൂപ്പർക്ക്. ആഹാ. അതുകൊണ്ട് ഗോവർദ്ധന്റെ കാര്യം ചെയ്. ബാറിലോട്ട് ഇന്ന് 2 അടിക്കേ. വിസ്കിയോ ബ്രാൻഡിയോ എന്താന്ന് വെച്ചാ. ഞാനങ്ങനെ എപ്പോഴും കഴിക്കലൊന്നുമില്ല. ആ, ഞാൻ ഗൾഫിലായിരുന്നപ്പോ അവിടുന്ന് കൊണ്ടുവരുന്ന ഞാൻ പൊക്കോളും ബാലേട്ടാ. ആ ആ നിനക്ക് ഇഷ്ടമുള്ള എന്താന്ന് വെച്ചാ കഴിച്ചോ. ഇവിടുത്തെ തണുപ്പിൽ 2 വീശുന്നൊരു സുഖാന്നേ. പിന്നെ ആ, അല്ല, തിരിച്ചു പോകുമ്പോ ഡ്രൈവ് ചെയ്യാനുള്ളതല്ലേ? അതിന് നമ്മളിന്ന് പോകുന്നില്ലടോ, ഇവിടെ സ്റ്റേ ഇല്ലേ. പിന്നെ അല്ല, എന്നാ പിന്നെ കുഴപ്പമില്ല. ആ. ഓക്കെ.
എങ്ങേട്ടാ? ആ ബല, ഞാനിവിടെ താഴെ പാർക്കിങ്ങിലുണ്ട്. ഇത് പറയാൻ വിളിച്ചതാ? അല്ല, റൂം നമ്പർ എത്രയാണെന്ന് ചോദിക്കാൻ വേണ്ടി വിളിച്ചതാ. എങ്ങേട്ടൻ ആദ്യമായിട്ടാണോ ഹോട്ടലിലേക്ക് പോകുന്നത്? അതെന്താ ബല നീ അങ്ങനെ ചോദിച്ചേ? താഴെ റിസപ്ഷനിൽ ചോദിച്ചാൽ അവര് പറഞ്ഞിരുന്നില്ലേ?